ജോഷില കുടിച്ചിരുന്നു. ജോഷില അർജുൻ്റെ വീട്ടിലാണുള്ളത്. ജോഷില കണ്ണാടിക്കലിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. വിലാപയാത്ര ഉടൻ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വഴിയോരങ്ങളിലൊക്കെ നിറയെ ആളുകൾ നിൽക്കുന്ന ഒരു സാഹചര്യമായതിനാലാണ് അവിടെ നിന്ന് മുൻപോട്ട് നീങ്ങാൻ കുറച്ച് താമസം എടുക്കുന്നത്. വീട്ടിൽ ഉടൻ എത്തും. അവിടുത്തെ വിവരങ്ങൾ എങ്ങനെയാണ്? സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ എങ്ങനെയാണ്? അല്പസമയത്തിനകം അർജുൻ്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ കണ്ണാടിക്കൽ എത്തിയിട്ടുണ്ട്. കണ്ണാടിക്കൽ അത്രയേറെ ജനങ്ങളാണ് അർജുൻ്റെ മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണാനും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ വിലാപയാത്രയായി വരാനുമായി എത്തിച്ചേർന്നിട്ടുള്ളത്. അത്രയധികം ആളുകൾ തിങ്ങിക്കൂടിയത് കൊണ്ട് തന്നെ ഇങ്ങോട്ടേക്കുള്ള യാത്ര അത് ഒരു വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും വീട്ടിലും ആളുകൾ അത്രയേറെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന അവസ്ഥ തന്നെയാണുള്ളത്. അത്രയേറെ പ്രിയപ്പെട്ടവനായിരുന്നു, നാടിൻ്റെ അത്രയേറെ പ്രിയപ്പെട്ടവനായിരുന്നു അർജുൻ എന്നുള്ളതാണ്. മാത്രമല്ല ഈ 71 ദിവസത്തെ കാത്തിരിപ്പ്, 73 ദിവസമാകാൻ പോകുന്നു. ആ ഒരു ദിവസങ്ങളിലെ കാത്തിരിപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, കേരളം ഒട്ടാകെ കാത്തിരുന്ന ഒരു ദിവസങ്ങളാണ് കടന്നുപോയത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അർജുൻ ജീവനോടെ തിരിച്ചെത്തും എന്നുള്ള ഒരു പ്രതീക്ഷ, ഒരു മിറാക്കിൾ സംഭവിച്ചാലോ എന്നുള്ള ഒരു പ്രതീക്ഷ എല്ലാ മലയാളിയും അത് സ്വകാര്യമായ ഒരു പ്രതീക്ഷയായി കൊണ്ടു നടന്നിരുന്നതായിരുന്നു. എന്നാൽ അർജുൻ്റെ മൃതദേഹം തിരിച്ചു കിട്ടിയിരിക്കുന്നു. അത് ഗംഗാവലി പുഴയിൽ നിന്നും അർജുൻ്റെ ലോറിയും മൃതദേഹവും തിരിച്ചു കിട്ടി എന്നുള്ളത് തന്നെ ഒരു യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാനുള്ള ഒരു പ്രശ്നം അത് വീട്ടുകാരിലായാലും നാട്ടുകാരിലായാലും ബാക്കിയുണ്ട് എന്നുള്ളതാണ്. ഒരു വലിയ പ്രശ്നമായി അത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം എന്നെങ്കിലും തിരിച്ചു വരുന്ന ഒരു മകനെയും കാത്തു നിൽക്കുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിലേക്കാണ് ഇത്തരത്തിൽ ഒരു മൃതദേഹം കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഇത്രയേറെ ദിവസങ്ങളായി കാത്തിരുന്നുകൊണ്ട് DNA ടെസ്റ്റ് അടക്കം നടത്തിയതിന് ശേഷം കൃത്യമായും അർജുൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ അത് തിരിച്ചു കൊണ്ടുവരേണ്ടതുള്ളൂ എന്നുള്ള വീട്ടുകാരുടെ അടക്കമുള്ള ആവശ്യം അടക്കം അംഗീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മൃതദേഹം ഇപ്പോൾ അർജുൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അർജുൻ്റെ വീട്ടിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ജനക്കൂട്ടത്തെ കണ്ടാലറിയാം ആ വീട്ടുകാരോടും അതുപോലെ തന്നെ അർജുനോടുമുള്ള അവരുടെ സ്നേഹം എന്ന് പറയുന്നത്. അത്രയേറെ ആളുകളുമായി അടുപ്പമുള്ള സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിലടക്കം ഉയർന്നു വന്ന ഒരു വ്യക്തിയായിരുന്നു അർജുൻ എന്നുള്ളതാണ്. അത്രയേറെ ഇടപെടലുകൾ സമൂഹത്തിൽ നടത്തിയിരുന്നു. DYFIയുടെ സജീവ പ്രവർത്തകനായിരുന്നു അർജുൻ. പിന്നീട് ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ ഓരോന്നായി കടന്നു വന്നപ്പോൾ അതിനോട് മല്ലിട്ടുകൊണ്ട് ഓരോ പ്രാരാബ്ദങ്ങളെയും അതിജീവിക്കാൻ കുടുംബത്തെ പ്രാപ്തമാക്കാൻ വേണ്ടി മാത്രമായിരുന്നു അത്തരത്തിൽ ഒരു സജീവ സാന്നിധ്യം, DYFIയുടെ സജീവ സാന്നിധ്യത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് എന്നാൽ ഒഴിവുള്ള വേളകളിലെല്ലാം തന്നെ DYFI പ്രവർത്തകനായി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 10ാം ക്ലാസ് പഠനത്തിന് ശേഷം അച്ഛന് വയ്യാതായപ്പോൾ ആണ് അർജുൻ ഇത്തരത്തിൽ കുടുംബ പ്രാരബ്ധങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. അത് ഇല്ലാതാക്കാൻ വേണ്ടി, കുടുംബ പ്രാരബ്ധങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നത്. കഴിയാവുന്ന എല്ലാ ജോലികളും ചെയ്തുകൊണ്ടാണ് വീടിൻ്റെ എല്ലാ കടബാധ്യതകളും തീർത്തുകൊണ്ട് പുതിയ വീട് എടുക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ലോൺ എടുത്ത് ഒരു വീട് നിർമ്മിക്കുന്നു. ആ വീടിൻ്റെ പ്രാരാബ്ധങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള കഠിനാധ്വാനം ചെയ്യുന്നു. അതിനിടയ്ക്ക് സഹോദരിയുടെ കല്യാണം നടത്തുന്നു. അത്തരത്തിൽ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ആശയും അഭിലാഷവുമായി ഉയർന്നു വന്ന ഒരു ചെറുപ്പക്കാരനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് ഒരു കുടുംബത്തിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല അർജുൻ്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ്. അത് ഈ നാട്ടിനും നാട്ടുകാർക്കും എല്ലാം തന്നെ കൃത്യമായി അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു ചെറുപ്പക്കാരനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് ഇവിടെ കൂടി നിൽക്കുന്ന ജനങ്ങളെ കണ്ടാൽ അറിയാം, അത്രയേറെ ആളുകൾ ഇവിടേക്ക് വന്നിരിക്കുന്നു. അർജുൻ്റെ മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണാനായി എല്ലാവരും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് രാഷ്ട്രീയ ഭേദമന്യേ അല്ലെങ്കിൽ മതഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ ഉള്ള എല്ലാ ആളുകളും നേതാക്കളും അടക്കം ഇവിടേക്ക് അർജുൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. MK രാഘവൻ MPയും അതുപോലെ തന്നെ CPM ജില്ലാ സെക്രട്ടറി P മോഹനും അടക്കമുള്ളവർ ഇവിടെ ഇപ്പോഴുണ്ട്. അങ്ങനെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് മറ്റ് സാംസ്കാരിക പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും എല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ കുടുംബത്തിന് ഇത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. കഴിഞ്ഞ 71 ദിവസമായി അവരുടെ ഉള്ളിൽ ഒരു നേരിയ ഒരു പ്രതീക്ഷയെങ്കിലും ബാക്കി നിന്നിരുന്നു എന്നുള്ളതാണ്. ആ പ്രതീക്ഷയ്ക്ക് കൂടി അസ്തമിക്കുകയാണ്. ഒരു നേരിയ പ്രതീക്ഷ പോലും അസ്തമിക്കുന്ന ഒരു കുടുംബത്തിന് അത് താങ്ങാനാവുമോ എന്നറിയില്ല. എന്നാൽ പോലും കേരളം അവരെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഒരു
വിശ്വാസമാണ്. അത് ആളുകൾ ഇപ്പോൾ നേരത്തെ തന്നെ എല്ലാവരും ആ രീതിയിലാണ് പെരുമാറിയിരുന്നതും എന്നുള്ളതാണ്. അർജുൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കുക, കുടുംബത്തിൻ്റെ വെളിച്ചമായിരുന്ന ഒരു മകനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ ഒരു പ്രാരാബ്ദമോ അല്ലെങ്കിൽ ഒരു വേദനയോ അവർക്ക് ഇല്ലാതാക്കുന്ന വിധത്തിൽ എല്ലാവരും അർജുനായി മാറുക, അല്ലെങ്കിൽ അർജുൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അത്രയേറെ ജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറ്റവും വേദനാജനകമായ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അല്പസമയത്തിനകം കണ്ണാടിക്കലിൽ നിറഞ്ഞു നിന്ന ജനക്കൂട്ടം എല്ലാം ഇങ്ങോട്ടേക്ക് വിലാപയാത്രയായി വരും. ആ വിലാപയാത്ര എന്ന് പറയുന്നത് അർജുനോടുള്ള ഒരു ആദരം തന്നെയായിരിക്കാം, അല്ലെങ്കിൽ അർജുനോട് കാണിക്കുന്ന, അർജുൻ്റെ കുടുംബത്തോട് കാണിക്കുന്ന ഒരു സ്നേഹമായിട്ടാണ് ആ വിലാപയാത്ര മാറുക എന്നുള്ളതാണ്. നേരത്തെ തന്നെ ലോറി ഡ്രൈവർമാരും ലോറി ഉടമകളും അടങ്ങുന്ന സംഘം അർജുൻ്റെ മൃതശരീരവുമായി വരുന്ന വാഹനത്തെ അനുഗമിച്ചിരുന്നു. പുലർച്ചെ തന്നെ ഇത്തരത്തിൽ ഒരു വൻ ജനാവലിയോടുകൂടിയാണ് കണ്ണാടിക്കലിലേക്ക് ആ മൃതദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. കണ്ണാടിക്കലിൽ നിന്നും അല്പസമയത്തിനകം മൃതദേഹം ഇവിടേക്ക് എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിലാപയാത്ര കണ്ണാടിക്കലിൽ നിന്നും വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ണാടിക്കലിൽ നിന്നും വാഹനങ്ങൾ അവിടെ നിർത്തിയിട്ട് നടന്നാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വാഹനത്തെ അനുഗമിക്കുന്നത്. ഉടൻ തന്നെ വീട്ടിലേക്ക് വിലാപയാത്ര എത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വഴിനീളെ ആളുകൾ, വഴിയുടെ ഇരുവശങ്ങളിലും ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിൽക്കുന്നുണ്ട്. അവരുടെയൊക്കെ അന്ത്യാഞ്ജലി ഏറ്റുവാങ്ങിയാണ് അർജുൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏറെ വേദനാജനകമായ നിമിഷങ്ങൾ. കണ്ണാടിക്കലിൽ സ്വന്തം നാട്ടിൽ അദ്ദേഹം എത്തിയപ്പോൾ അവിടെ തിങ്ങിക്കൂടിയ ആളുകൾ തന്നെ അതിന് സാക്ഷിയാണ്. വഴിനീളെ എല്ലായിടത്തും അത്തരത്തിലുള്ള അന്ത്യാഞ്ജലിയാണ് അദ്ദേഹത്തിന് നൽകിക്കൊണ്ടിരുന്നത് ആളുകൾ. ഉടൻ തന്നെ വീട്ടിലേക്ക് എത്തും. അതിനുള്ള തയ്യാറെടുപ്പുകളും സജ്ജീകരണങ്ങളും ഒക്കെ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം, നീണ്ട ഒരു നിര തന്നെ അവിടെയുണ്ട്. നിരയായി നിന്ന് ആളുകളെയെല്ലാം അവിടെ അതിനായി ക്രമീകരിച്ചുകൊണ്ട് നിർത്തിയിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ജോഷില, ഉടൻ തന്നെ അവിടേക്ക് എത്തും. നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വിലാപയാത്ര എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മന്ത്രി AK ശശീന്ദ്രൻ, MLA മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ വാഹനത്തിന് മുൻപിലുണ്ട്. ഇനിയിപ്പോൾ അവിടെ ഈ വിലാപയാത്ര എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നടപടികളൊക്കെ? ഏകദേശം 1 മണിക്കൂറോളം പൊതുദർശനത്തിന് വെക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആ പൊതുദർശനം ഒരുപക്ഷെ നീളാനുള്ള സാധ്യതയുണ്ട്. അത്രയേറെ ആളുകളാണ് ഇവിടേക്ക് വന്നു ചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല എല്ലാ പ്രമുഖ വ്യക്തികളടക്കം ഇവിടേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. ഈ ഒരു സ്ഥല സൗകര്യത്തിൻ്റെ ഒരു പരിമിതി കൂടി വീട്ടിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വിലാപയാത്രയായി ഇവിടേക്ക് വരുന്ന ആളുകളുടെ ഒരു ബാഹുല്യവും മുന്നിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ 1 മണിക്കൂറിലധികം നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. ആദ്യം കുടുംബാംഗങ്ങളെ കാണിക്കാനായി വീടിനുള്ളിലേക്ക് മൃതശരീരം കൊണ്ടുപോകും. അതിനുശേഷം പുറത്തേക്കെടുത്ത് പൊതു ദർശനത്തിന് വെക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഏകദേശം 2 മണിക്ക് മുൻപ് തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം. എന്നാൽ ഒരുപക്ഷെ അത് നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്രയേറെ ദിവസങ്ങൾക്കു ശേഷം കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് അർജുനെ കാണാതായിരിക്കുന്നു എന്നുള്ളത്. ഏകദേശം ജൂലൈ 16-നാണ് ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ അർജുൻ്റെ വാഹനമടക്കം ഒഴുകിപ്പോയത്. ഗംഗാവലി പുഴയിൽ നിന്നും കഴിഞ്ഞ ദിവസം 25-ാം തീയതിയായിരുന്നു അർജുൻ്റെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചത്. ഈ ഒരു നീണ്ട ഇടവേളകളിൽ കേരളമാകെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു അർജുനെ തിരിച്ച് കിട്ടുക എന്നുള്ളതും. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ആകെ ഒരു പ്രതീക്ഷയായിരുന്നു അർജുൻ ജീവനോടെ എവിടെയെങ്കിലും ബാക്കിയുണ്ടാകുമെന്നുള്ളതും തിരിച്ചു വരും എന്നുള്ളതും. ആ ഒരു നേരിയൊരു പ്രതീക്ഷ, എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ അത് ഇല്ലാതായിരിക്കുന്നു.
കഴിഞ്ഞ 25-ാം തീയതി അതില്ലാതായിരിക്കുന്നു. എന്നാൽ കുടുംബത്തിൻ്റെ അടക്കം ആവശ്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു തെളിവ്, മകൻ മരിച്ചെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ശരീരഭാഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് തങ്ങൾക്ക് കിട്ടണം എന്നുള്ളതായിരുന്നു. അത് സാധ്യമായിരിക്കുന്നു. അതിൽ മാത്രമാണ് ഇപ്പോൾ ഒരു ചെറിയ ആശ്വാസം എന്ന നിലയിൽ അതിനെ മാത്രമാണ് കാണേണ്ടതുള്ളൂ. അത് മാത്രമല്ല, അർജുൻ എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ തന്നെ ഒരു വികാരമായി മാറിയിരുന്നു എന്നുള്ളതാണ്. അർജുൻ അത്രയേറെ ആളുകൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. DYFI പ്രവർത്തകനായി പോലും സജീവമായി ആളുകൾക്കിടയിൽ ഇടപെട്ടിരുന്ന ഒരാളാണ്. മാത്രമല്ല, തൻ്റെ അധ്വാനം എന്ന് പറയുന്നത് ആളുകളോട് നമുക്ക് സംസാരിച്ചാൽ തന്നെ അറിയാം. വണ്ടി എടുക്കുന്ന കാലത്ത് പോലും ആളുകൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടായാൽ അത് സാധിച്ചു കൊടുക്കുന്ന, അത് കൃത്യമായും ഒരു ഡ്രൈവർ എന്നതിലുപരി ആ വ്യക്തിക്ക് എന്തൊക്കെ സാധനങ്ങൾ ഇറക്കുകയാണെങ്കിൽ എന്തൊക്കെ സഹായം ചെയ്തു കൊടുക്കണമോ അത്രയേറെ സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം തന്നെ, നിമിഷങ്ങൾക്കകം തന്നെ ഈ വിലാപയാത്ര വീട്ടിൽ എത്തിച്ചേരുമെന്നാണ് വ്യക്തമാകുന്നത്.